Hello students, now let us consider the next topic, that is the registers of the 8051. That is, we will consider the architecture or the registers of 8051. First register, that is accumulator. 8-bit register commonly used for move and arithmetic instructions, can be referred to in several ways, that is implicitly in opcodes, referred to as ACC or A for instructions that allow specifying a register by its SFR address 0E0. അപ്പോൾ അതിൽ നമുക്കിപ്പം ഇത് അക്യുമുലേറ്റർ പറയുന്നത് 8-ബിറ്റ് രജിസ്റ്ററാണ്. ഓക്കെ, മൂവ് ഇൻസ്ട്രക്ഷൻസിനും അതുപോലെ തന്നെ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി റിഫർഡ് ടു, അതായത് എങ്ങനെ അതിനെ റെഫർ ചെയ്യാം, അതായത് ഏതൊക്കെ രീതിയിൽ റെഫർ ചെയ്യാം, ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ്ലി ഇൻ ഓപ്കോഡ്സ്, ഓപ്കോഡായിട്ട് പറയാം. പിന്നെ ACC ആയിട്ട് യൂസ് ചെയ്യാം, ACC എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ A വെച്ചിട്ട് പറയാം. ദെൻ SFR അഡ്രസ്സ്, ഞാൻ പറഞ്ഞല്ലോ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അതും A ആയിട്ട് എടുക്കും. ദാറ്റ് 0E0 ആണ് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അത് രജിസ്റ്റർ A ആയിട്ട് എടുക്കും. ദെൻ ഓപ്പറേറ്റ്സ് ഇൻ എ സിമിലർ വേ ടു 8085 അക്യുമുലേറ്റർ. അപ്പോൾ നമുക്കറിയാം 8085 അക്യുമുലേറ്ററിൻ്റെ ഫംഗ്ഷൻ, അപ്പോൾ അതേ ഓപ്പറേഷനാണ് ഇതും ചെയ്യുന്നത്. ആൻഡ് ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ACC പോയിന്റ്, അതായത് .2 എന്ന് പറയുന്നത് മീൻസ് ബിറ്റ് 2 ഓഫ് ACC രജിസ്റ്റർ. അങ്ങനെ നമുക്കത് ബിറ്റ് വൈസ് നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓരോ ബിറ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അത് ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ഇനി നമുക്ക് രജിസ്റ്റർ B നോക്കാം. 8-ബിറ്റ് രജിസ്റ്റർ കോമൺലി യൂസ്ഡ് ആസ് ടെമ്പററി രജിസ്റ്റർ, മച്ച് ലൈക്ക് ദ 9th രജിസ്റ്റർ R രജിസ്റ്റർ. Then used by 2 opcodes. Okay, mul AB, div AB, അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണിത്. അതായത് മൾ AB എന്ന് പറഞ്ഞാൽ A രജിസ്റ്ററും B രജിസ്റ്ററും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. div AB എന്ന് പറഞ്ഞാൽ A ഡിവൈഡഡ് ബൈ B. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. B രജിസ്റ്റർ ഹോൾഡ്സ് ദ സെക്കൻഡ് ഓപ്പറൻഡ് ആൻഡ് വിൽ ഹോൾഡ് പാർട്ട് ഓഫ് ദ റിസൾട്ട്. ചിലപ്പം പാർട്ട് ഓഫ് ദ റിസൾട്ട് ഹോൾഡ് ചെയ്യും. അതായത് ഇപ്പോൾ അപ്പർ 8 ബിറ്റ്സ് ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ആൻഡ് റിമൈൻഡർ ഇൻ കേസ് ഓഫ് ഡിവിഷൻ. അതായത് B രജിസ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്പറൻ്റ് ആണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ, ആൻഡ് അപ്പർ 8 ബിറ്റ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അതായത് റിസൾട്ടിൻ്റെ ഒരു പാർട്ടും ഹോൾഡ് ചെയ്യും ഈ B രജിസ്റ്റർ. അതായത് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പർ 8 ബിറ്റ്സ്, ഓക്കെ, അതായത് ഹയർ ഓർഡർ 8 ബിറ്റ്സ്. ദെൻ റിമൈൻഡർ ആണ്, അതായത് ഡിവിഷൻ ആണെങ്കിൽ റിമൈൻഡർ ആണ് രജിസ്റ്റർ Bയിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് സെറ്റ് എടുക്കുമ്പം മനസ്സിലാക്കാം. ദെൻ ക്യാൻ ബി ആക്സസ് ത്രൂ SFR അഡ്രസ്സ്. അപ്പം പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സ് യൂസ് ചെയ്യാം. അതായത് 0F0 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് രജിസ്റ്റർ B ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിറ്റ് അഡ്രസ്സബിളും ആണ്. അപ്പോൾ ഓരോ ബിറ്റ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, സെറ്റ് അല്ലെങ്കിൽ റിസെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡേറ്റ പോയിൻറ്റർ രജിസ്റ്റർ. ദാറ്റ് ഈസ് 16-ബിറ്റ് ഡേറ്റ പോയിൻറ്റർ രജിസ്റ്റർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് 2 8-ബിറ്റ് രജിസ്റ്റേഴ്സ് DPH ആൻഡ് DPL used by commands that access the external memory, can be accessed as two separate 8-bit registers if needed. DPTR is useful for string operations and lookup table operations. അതായത് ഇപ്പോൾ ഇവിടെ 16-ബിറ്റ് ഡേറ്റ പോയിൻറ്റർ രജിസ്റ്റർ ഉണ്ട്, അത് 8-ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, DPHും DPL ആയിട്ട്. ദെൻ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം നിങ്ങൾക്ക് 8051 ഓർമ്മയുണ്ടെങ്കിൽ HL പെയർ ഓർമ്മയുണ്ടോ? M എന്ന് പറയുന്ന മെമ്മറി പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്ന HL പെയർ പറഞ്ഞില്ലേ, അപ്പോൾ HL പെയറിലാണ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കണമെങ്കിൽ ആ അഡ്രസ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അതേപോലെ ഇവിടെ നമുക്ക് DPTRലാണ് ആ എക്സ്റ്റേണൽ മെമ്മറീൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അവിടെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ DPTRലാണ് ആ അഡ്രസ്സ് കൊടുക്കുക പ്രോഗ്രാം എഴുതുമ്പോൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്ട്രിങ് ഓപ്പറേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്നൊരു ഇതാണ് DPTR. പിന്നെ ലുക്കപ്പ് ടേബിൾ, അതായത് ഇപ്പോൾ ഒരു ലുക്കപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ലുക്കപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളാണ്, അതിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ വേണമെങ്കിൽ, ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ആ ഒരു ടേബിളിൽ പോയിട്ട് അവിടെ സ്ക്വയർ റൂട്ട് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഈ പ്രോഗ്രാമിൽ സ്ക്വയർ റൂട്ട് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇതാണ് ലുക്കപ്പ് ടേബിൾ. ദെൻ പ്രോഗ്രാം കൗണ്ടർ, ദറ്റ് ഈസ് this 16-bit register points to the address of next instruction to be fetched. അത് നമ്മൾ 8085 പോലെ തന്നെ, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് PC-യിൽ ഉണ്ടാവുക. PC is automatically incremented after every byte is fetched. ഓക്കെ, എല്ലാ ബൈറ്റും ഫെച്ച് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും PC ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ SP is 8-bit stack pointer register. Okay, and it points to the last used location of the stack. Push operation will first increment SP, then copy data. Pop operation will first copy data, then decrement SP.
Okay, and A051 ആണെങ്കിൽ stack grows upwards from low memory to high memory. It can be in internal RAM only. Okay, on power up SP points to 07H. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് SP ആക്ച്വലി 8-bit സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ ആണ്. ആൻഡ് ഇവിടെ ഇറ്റ് പോയിൻറ്റ്സ് ടു ദ ലാസ്റ്റ് യൂസ്ഡ് ലൊക്കേഷൻ, അതായത് ലാസ്റ്റ് ലൊക്കേഷനാണിത് പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനാണ് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ പുഷ് ആണെങ്കിൽ ആദ്യം SP ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ അതിൽ ഇടുന്നത്, കോപ്പി ചെയ്യുന്നത്. പിന്നെ പോപ്പ് ആണെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് ആ ഡേറ്റ എടുക്കും, എന്നിട്ട് പിന്നെ ഡിക്രിമെൻറ്റ് ചെയ്യും SP. ഓക്കെ, ആൻഡ് ലോ മെമ്മറിയിൽ നിന്ന് ഹൈ മെമ്മറിയിലേക്കാണ് സ്റ്റാക്ക് പോകുന്നത്. ദെൻ ഇപ്പോൾ പവർ ഓഫ് എന്ന് പറഞ്ഞില്ല നേരത്തെ, റീസെറ്റ് ആവുന്ന സമയത്ത് SP 07 വെച്ചിട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി രജിസ്റ്റർ ബാങ്ക്സ് ദാറ്റ് ഇസ് 2, 3, 4 ഫോം ദ ഡിഫോൾട്ട് സ്റ്റാക്ക് ഏരിയ. സ്റ്റാക്ക് ഏരിയ എന്ന് പറഞ്ഞത് ഈ രജിസ്റ്റർ ബാങ്ക്സ് 2ഉം 3ഉം 4ഉം ആണ്. Program status word, that is PSW, it is an 8-bit register also referred to as flag register. PSW contains math flags, user program flag F0 and register bank select bits. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇതിൻ്റെ ഫോമാറ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, PSW ഫോർമാറ്റ്. അപ്പോൾ എന്താണ് ഇത് PSWയിലുള്ളത്? 8-bit രജിസ്റ്റർ ആണ്, അത് ഫ്ലാഗ്സ് എല്ലാം ഈ രജിസ്റ്ററിലാണ് ഉണ്ടാവുക. ഇതാണ് ഫ്ലാഗ് രജിസ്റ്റർ ഫോർമാറ്റ്. ദാറ്റ് ഈസ് വി ഹാവ് ക്യാരി ഫ്ലാഗ്. ഓക്കെ, PSW.7 എന്ന് പറയുന്നത്, അതായത് D7 അല്ലെങ്കിൽ ആ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ക്യാരി ഫ്ലാഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാരി ഫ്ലാഗ്, അതായത് ക്യാരി സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് 1 ആയിരിക്കും. ദെൻ ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ് നെക്സ്റ്റ് ബിറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ക്യാരി ഫ്രം D3 to D4. അത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ BCD അഡീഷൻ്റെ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ദാറ്റ് ഇസ് PSW.5 എന്ന് പറയുന്നത്, അത് ആക്ച്വലി ശരിക്കും അതൊരു അവൈലബിൾ ടു ദ യൂസർ ഫോർ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നൊരു ഫ്ലാഗാണ്. ഓക്കെ, ദെൻ വി ഹാവ് ദ RS1 ആൻഡ് RS0. ഇത് ഈ രണ്ട് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് RS1ഉം RS0ഉം അത് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ 2 ബിറ്റ്സ് വെച്ചിട്ട് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ 2 ബിറ്റ്സ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് PSW.4ഉം .3 ബിറ്റ്സും. ദെൻ ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, അത് 8051 ഓവർഫ്ലോ ഫ്ലാഗ്. ദാറ്റ് ഈസ് ഓവർഫ്ലോ ഫ്ലാഗ് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് ഓഫ് സൈൻഡ് നമ്പർ ഓപ്പറേഷൻ ഇസ് ടു ലാർജ് കോസിങ് ദ ഹൈ ഓർഡർ ബിറ്റ് ടു ഓവർഫ്ലോ ഇൻ ടു ദ സൈൻ ബിറ്റ്. അതായത് ആ ഒരു സൈൻ ബിറ്റ് ഓൾറെഡി ഉണ്ടല്ലോ, അതിൽ കൂടാണ്ട് നമുക്ക് ആ സൈൻഡ് നമ്പറിൻ്റെ അത് ഓപ്പറേഷൻ, അതായത് റിസൾട്ട് ഓഫ് ദ സൈൻ നമ്പർ ടു ലാർജ് ആണെങ്കിൽ നമുക്ക് ഹയർ ഓർഡറിൽ നിന്ന് അതായത് സൈൻ ബിറ്റിലേക്ക് ഓവർഫ്ലോ ആവും. ആ ഒരു കേസിലാണ് ഓവർഫ്ലോ ഫ്ലാഗ് 1 ആവുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ദ അതായത് യൂസർ ഡിഫൈനബിൾ ബിറ്റാണ് PSW.1. ഓക്കെ, അതാണ് യൂസർ ഡിഫൈനബിൾ ബിറ്റ് PSW.1. അത് യൂസറിന് വേറെ എന്തെങ്കിലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പാരിറ്റി ആണ് നെക്സ്റ്റ്, പാരിറ്റി ഫ്ലാഗ്. ദാറ്റ് ഇസ് സെറ്റ് ഓർ ക്ലിയർഡ് ബൈ ഹാർഡ്വെയർ ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടു ഇൻഡിക്കേറ്റ് ഓഡ് ആൻഡ് ഈവൻ നമ്പർ ഓഫ് വൺ ബിറ്റ്സ് ഇൻ ദ അക്യുമുലേറ്റർ. അപ്പോൾ അക്യുമുലേറ്ററിൽ എത്ര, അതായത് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണോ ഓഡ് ആണോ അതനുസരിച്ച് ഇത് ഈ ഒരു ബിറ്റ് സെറ്റ് ആവും. റിഫ്ലക്ട് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ രജിസ്റ്റർ A. ഓക്കെ, അവിടെയാണ്. ഇനിയിപ്പോൾ രജിസ്റ്റർ ബാങ്ക് ഉണ്ടോ, ഈ രജിസ്റ്റർ ബാങ്കിൽ ഇപ്പോൾ RS1 ദാറ്റ് ഈസ് RS0 2 ബിറ്റ്സ് വെച്ചിട്ടാണ് ഈ 4 ബാങ്ക്സ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 00 ആണെങ്കിൽ RS1 RS0 00 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 0 ആണ് സെലക്ട് ആവുക. 00H to 07H അതാണ് അഡ്രസ്സ് റേഞ്ച്. 01 ആണെങ്കിൽ 1 ആണ്, രജിസ്റ്റർ ബാങ്ക് 1 ആണ്. 08 to 0F. ദെൻ 10 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 2 ആണ് സെലക്ട് ആവുക. 10H to 17H. ദെൻ 11 ആണെങ്കിൽ ബാങ്ക് 3 ആണ് സെലക്ട് ആവുക. 18H to 1FH.